രാഷ്ട്രപതി ദ്രൗപദി മുർമു അല്പസമയത്തിനകം സന്നിധാനത്തേക്ക് എത്തും. MG പ്രതീഷ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രതീഷ്, പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും കെട്ടിനിറച്ച് പുറപ്പെട്ട് 10 മിനിറ്റെങ്കിലും ആവുന്നുണ്ട്. സന്നിധാനത്ത് ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമല്ലേ? ഹാഷ്മി, സന്നിധാനത്ത് ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർണ്ണമാണ്. നേരത്തെ രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട 2 ദിവസം മുമ്പ് തന്നെ ഈ ഒരുക്കങ്ങളൊക്കെ തന്നെ സന്നിധാനത്ത് പൂർത്തിയായിരുന്നു. അവലോകന യോഗങ്ങൾ നടത്തി, ട്രയൽ റണ്ണുകൾ ഉൾപ്പെടെ നടത്തിയിരുന്നു. ഇപ്പോൾ ഒരു അല്പസമയത്തിനകം, ഒരു 10 മിനിറ്റിനുള്ളിൽ രാഷ്ട്രപതി സന്നിധാനത്ത് എത്തുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പമ്പയിൽ നിന്ന് ഒരു 10 മിനിറ്റായി രാഷ്ട്രപതി പുറപ്പെട്ടിട്ട് ഒരു 11:45 അല്ലെങ്കിൽ 11:50 രാഷ്ട്രപതി ശബരിമല സന്നിധാനത്ത് എത്തുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശബരിമല സന്നിധാനത്ത് എത്തി 18ാം പടി ചവിട്ടി കൊടിമര ചുവട്ടിലെത്തുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ക്ഷേത്ര തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരാണ് സ്വീകരിക്കുന്നത്. ഈ പൂർണ്ണകുംഭം നൽകിയാണ് ഈ രാഷ്ട്രപതിയെ സ്വീകരിക്കുക. തുടർന്ന് ഈ രാഷ്ട്രപതി ക്ഷേത്ര ദർശനം നടത്തും. ഏകദേശം 1 മണിക്കൂറോളം രാഷ്ട്രപതി ശബരിമല സന്നിധാനത്ത് ഉണ്ടാകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉച്ചപൂജയ്ക്ക് ശേഷമായിരിക്കും ഈ ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി ഗസ്റ്റ് ഹൌസിലേക്ക് രാഷ്ട്രപതി പോകുന്നത്. ദേവസ്വം ഗസ്റ്റ് ഹൌസിലാണ് രാഷ്ട്രപതിക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഉച്ചഭക്ഷണവും അവിടെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ രാഷ്ട്രപതി ശബരിമല സന്നിധാനത്ത് അല്പസമയത്തിനകം എത്തും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു എത്തുകയാണ്. കന്നിമാളികപ്പുറമായി രാഷ്ട്രപതി എത്തുന്നത്. ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.